ആ ടൈറ്റിൽ നീട്ട് ആർക്കും തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം? അത് ഇൻബിൽട്ടാണ്, ബൈബിളിൻ്റെ അസ്ഥിവാരത്തിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ അമ്മയും അവിടെ, മറിയം അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണത്, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അണ്ടർസ്റ്റുഡാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കണ അവസാനം? യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ് വരെ, പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരം വഹിച്ചുകൊണ്ട് ദേവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ, ആ അമ്മയാണ് ദൈവം അവസാനം ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത്, ഇല്ലേ? എന്താ കാര്യം? യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ്. അപ്പം അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്നിട്ട് ടൈറ്റിലുകളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ്. ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത്. എന്താ കാര്യം? അത് കാനായിലെ കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ്. ആ അമ്മ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ. എന്താണ്? ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയാണ് യേശു നമ്മൾക്ക് നൽകിയത്. എപ്പോഴാണ് നൽകണത്? യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ വരും. അതിന് നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ്. ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. ഈ അമ്മയാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സുവിശേഷ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയിൽ നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മയെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന നമ്മ. കയ്യടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ടൈറ്റിലെ മദർ ഓഫ് ജീസസിനെ ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ്? സഭയല്ല, പിന്നെ ആരാണ്? ഈശോയാണ്. അതാ വിഷയം. അതിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്താ വിഷയം? ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത്. ഈ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിത്യത. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹത്തിലും പരത്തിലും നിത്യത വരെ എത്തുന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അല്ലാതെ ഒരു 3 മാസത്തെ ഉടമ്പടിയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചിരിക്കാനുള്ള താൽക്കാലിക നടപടിക്രമം അല്ലത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ അംഗീകരിച്ചിട്ട് ഇത്രയും അടയാളം കാണിച്ചിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി കൃപാസന ശുശ്രൂഷ ദൈവം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആന്തരിക അർത്ഥത്തിലെ ആധ്യാത്മികത ആവഹിക്കുന്നതിനും അനുവർത്തിക്കുന്നതിനും ക്രിസ്തുവിന്റെ ആധ്യാത്മികത വിശുദ്ധ അമ്മയിലൂടെ അനുകരിക്കുന്നതിനും എന്നെ ശക്തമാക്കുന്നതിന് എനിക്കെല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നതിന് ഞാൻ നന്ദി പറയുന്ന. നന്ദി.
യേശുവേ ആരാധന. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് ഈ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ മനുഷ്യന്മാരായത് കാരണം മാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാകാതിരിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടുമെങ്കിൽ അതുപോലൊരു ദേവനാണ്, ദേവിയാണ് യേശു, അല്ലെങ്കിൽ അതുപോലെ ഒരു ആളാണ് യേശു എന്ന രീതിയിലേക്ക് നിങ്ങൾ യേശുവിനെ മിനിമൈസ് ചെയ്യും. യേശു അങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ്റെ നടപടിയെന്ന് പറയണത് മനുഷ്യരാശിയുടെ പാപത്തിനാണ്, മനുഷ്യരാശിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ എക്കാലങ്ങളിലുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവത്താൽ നിയമിതനായവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൻ നിശബ്ദമായി സർവ്വസമർപ്പണത്തോട് സഹകരിച്ചത് കൊണ്ടാണ് അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷയായത്. അതുകൊണ്ട് തന്നെ അവന് ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുത്തത്. അതുകൊണ്ട് അവനാണ് പൂർണ്ണ പ്രസാദങ്ങളുടെ മധ്യസ്ഥനെന്ന് പറയണത്. അത് ആ സ്ഥാനം ആർക്കുമില്ല. കാര്യം എന്താ? അവനാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവാണ് അവന് പൂർണ്ണ പ്രസാദം കൊടുത്തിരിക്കുന്നത്. ആ രക്ഷാകരം നടപടിക്രമം. കാര്യം അവൻ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന് ഇടയിലും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനുമാണ്. കയ്യടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എക്കാലങ്ങളിലും യേശുവിനെ സാധാരണ മനുഷ്യൻ്റെ കപ്പ കഞ്ഞി വീട് ജോലി വിവാഹം എന്നുള്ള കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാക്കി മാറ്റാൻ വേണ്ടി വളരെ സാധാന്യമായ ഒരു ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിന് അടിപ്പെട്ട് പോയിട്ടുമുണ്ട്. ക്രിസ്തു അത് പലപ്പോഴും തിരുത്തിയിട്ടുമുണ്ട്. എന്താ കാര്യം? ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞ്? പിതൃസ്വത്ത് ഞാനുമായിട്ട് ഭാഗിക്കാൻ നീ എൻ്റെ ജ്യേഷ്ഠനോട് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 12:13. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ലൂക്ക 12:13. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. അപ്പൊ ഈശോ എന്താ പറഞ്ഞു? യേശു അവനോട് ചോദിച്ചു. അവിടെ യേശു ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥനാകുന്നില്ല. അതല്ല യേശുവിന്റെ ദൗത്യം. അതാണ് വിശേഷം. എന്താ പറയണത്? ഹേ മനുഷ്യ പറഞ്ഞേ. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അതായത് നിത്യരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചെടുക്കുന്നതിനും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ അത് തിരികെ മനുഷ്യരാശിക്ക് ജീവൻ പകരുന്നതിനും നിത്യജീവനിലേക്ക് അവനെ കരകയറ്റുന്നതിനും
ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യാവതാരം ചെയ്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കൊച്ചു കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാനും ഒരു ബലപ്രയോഗം എക്കാലങ്ങളിലും ഉണ്ടാവും. നമ്മളും ഉണ്ടാവും. നമ്മളും കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പലരും പരിശുദ്ധ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം, പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും പിശാപുതുക്കളെന്ന് പറയും. പരിശുദ്ധ കുർബാന എന്തിനാണ്? എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അതായത് പിതാക്കന്മാർ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. അപ്പം നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം. നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശമെങ്കിലും കുർബാനയിൽ ഈ കുർബാന പങ്കെടുക്കുന്ന അണ്ണന്മാരെന്താ ചെയ്തിരിക്കണത്? അവരുടെ ജോലി, വീട്, വിവാഹം, നൊവേനെ പറയണ കാര്യമെല്ലാം കുർബാനയെ പറയും. ഇതുപോലൊരു അവറേഷൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ്. കാര്യം എന്താ വിഷയം? അത് പറയേണ്ടെന്നല്ല, മറ്റത് ഇല്ല, അഭിമാനം കൊള്ളണം. ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയണത്, മുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ പട്ടിയടിക്കുമെന്നല്ല പ്രശ്നം. നിത്യജീവൻ, ക്രിസ്തു നേടിയെടുത്ത നിത്യജീവനോട് നിങ്ങൾക്ക് എന്തുമാത്രം ഐക്യദാർഢ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ സഹന ബലിയോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമാണ്. അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള മനസ്സുകൊണ്ടുള്ള യോജിപ്പാണ്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പൂർത്തീകരണമാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവഹിതം. കൈയടിക്കട്ടെ, ശ്രുതികട ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ, എൻ്റെ മോൻ്റെ പേര് നിഷാദ്, ജസ്ന മരുമോള് ജസ്ന, കുഞ്ഞ് കൃപൽ മരിയ. ഞാൻ 2019 ഇവിടെ ഉടമ്പടി എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ മാതാവ് വഴി പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 7 വർഷമായി എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം അവർക്ക് PCODൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ PCODൻ്റെ മരുന്നൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് 2 പ്രാവശ്യം ഗർഭിണിയായി 1.5 മാസം വളർച്ചയെത്താതെ അബോർഷൻ ആകുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ മോളെ നോക്കുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു, മക്കൾ നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവം ഡോക്ടറാണോ? വലിയ ആൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ കൃപാസനത്തിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഈശോയും നമ്മുടെ കൂടെയുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മോനാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഇവൾ പിന്നെ അതിനുശേഷം ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്ക് പിന്നെ അത്ര വിഷമം തോന്നില്ല. പക്ഷേ ഇവനെ എപ്പോഴും കരച്ചില്ല, കുഞ്ഞുങ്ങളെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോഴും ഇവർക്കൊരു കളിയാക്കുന്നതായിരിക്കില്ല, അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പിന്നെ ഷാർജയിലേക്ക് പോയി. ആദ്യം ഇവൾ ഷാർജയിൽ കുറേ നാളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അന്നേരമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായി അബോർഷനായി പോയത്. അതിനുശേഷം പിന്നെ ഇവളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ ഗർഭിണിയായി, അത് അബോർഷനായി പോയി. അത് പിന്നെ ഇവളെ വീണ്ടും ഷാർജയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണെന്ന് ഇവരെ വിളിച്ചു പറഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു, മമ്മി എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ട് തരാം, മമ്മി അതൊന്ന് കൊണ്ട് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ ഫോട്ടോ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ഞാനത് വേഗം പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു അവർ വരട്ടെ, അവർ വന്നാലേ പിന്നെ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു സാരമില്ല, അച്ഛനെ കഴിഞ്ഞ് വലിയൊരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മാതാവിനെ മുട്ടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, മാതാവേ എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നീ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞുങ്ങളെ കൊടുക്കാം, അല്ല എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ എൻ്റെ മാതാവേ അവർ നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെന്നുള്ള സങ്കടത്തിൽ ജീവിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, ഞങ്ങളെല്ലാവരും നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റായി.
അങ്ങനെ അവിടെ തന്നെ ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഞാനിവിടെ നാട്ടിലാണുള്ളത്, ഇവർ രണ്ടുപേരും അവിടെയും. അപ്പോൾ ഒരു 3 മാസമായപ്പോഴത്തേക്കും അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം ഞാനും കൂടെ അവിടെ പോയിട്ട് മോളെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പം ഞാനവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ വയറ്റിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പിന്നെ അഭിഷേക തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഞങ്ങളെല്ലാവരും, മോനും ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും മോൾക്ക് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോവുകയും ജലദോഷം, അവൾക്ക് ശ്വാസമുട്ടുള്ളതാണ്, ശ്വാസമുട്ട് കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവർ ഞങ്ങളെ അവിടുന്ന് പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഷാർജയിലൊക്കെ എങ്ങനെയാണ്, ഷാർജയിലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കാം. നമ്മുടെ നാട്ടിൽ അവിടെ മറ്റുള്ള ഹോസ്പിറ്റലിൽ കഴിഞ്ഞും ഭയങ്കര പൈസയായിരിക്കും. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞങ്ങൾ എന്നാ ചെയ്യും, എൻ്റെ കുഞ്ഞിനെ അവിടെ എങ്ങനെ കൊച്ചിനെ അവിടെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവരുടെ വാടക, ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട്, പക്ഷേ എന്നാലും വാടകയും ഭക്ഷണവും കൊച്ചിൻ്റെ ചികിത്സ എല്ലാം കൂടെ അങ്ങനെ നമുക്ക് കഷ്ടിച്ച് പോകാനേ പറ്റുള്ളായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേക്കണം അമ്മേ, അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അമ്മയുടെ കുഞ്ഞിനെ കൃപൽ മരിയാന്ന് പേരിട്ടേക്കാം അമ്മേ, ഒരു കുഴപ്പം ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ തന്നേക്കണേ അമ്മേ എന്ന് പറഞ്ഞു. അമ്മ തന്നതല്ലേ ഞങ്ങൾക്ക്, ഇനി ഞങ്ങളെ കണ്ണീരിൽ ആഴ്ത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉപ്പും തൈലവും എടുത്തുകൊണ്ട് തൈലവും ഉപ്പും എടുത്തുകൊണ്ട് ഞാൻ മോളെയും കൂട്ടി പെട്ടെന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. മോൻ ജോലി സ്ഥലത്ത് നിന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. അവർ തന്നെ വേഗം ഒരു വണ്ടി, ഇവൻ്റെ കമ്പനിയിലെ ഒരു വണ്ടി എടുത്ത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് അവിടുന്ന് പോയി പെട്ടെന്ന് അവിടുന്ന് വീൽ ചെയറിൽ കയറ്റിയാൽ കൊണ്ടുപോയി. അപ്പം വീൽ ചെയർ കയറ്റി പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാൽ അവർ നമ്മൾ പൈസ കൊടുക്കേണ്ടെന്ന് മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറഞ്ഞു വിട്ടു. പെട്ടെന്ന് അവർ എല്ലാ കാര്യങ്ങളും എല്ലാ ടെസ്റ്റുകളും പെട്ടെന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ എക്സ്റേ എടുക്കാനായിട്ട് ഇവരോട് എഴുതി ഒപ്പിട്ട് മേടിച്ചു. എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്തെങ്കിലും ആയാലും അവർ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മോനും കരഞ്ഞ് പ്രാർത്ഥിച്ചു, മോളാണേലും ഭയങ്കര സങ്കടത്തിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ഉപ്പൊക്കെ എടുത്ത് ഇച്ചിരി വായിൽ കൊടുത്തു, അതുപോലെ തേൻ കൊടുത്തു, തൈലം എടുത്തിട്ട് മോളുടെ വയറ്റിൽ കുരിശ് വരച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ഒരു കുറേ കട്ടിയുള്ള തുണിയൊക്കെ മോളുടെ വയറ്റത്ത് ഇട്ടിട്ടാണ് അവർ എക്സ്റേ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരമാവധി കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു വിഷമിക്കേണ്ട, നമ്മുടെ അമ്മ മാതാവല്ലേ, എന്തിനാ വിഷമിക്കുന്നത്, നമ്മളെല്ലാം എല്ലാവരും ഉടമ്പടിയിലല്ലേ, വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് തന്നതിനെ ദൈവം എന്തായാലും തിരിച്ചെടുക്കില്ല, ഒന്നും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇവരോട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 1.5 ദിവസത്തോടെ കിടന്നു. 1.5 ദിവസത്തോടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ എല്ലാ കാര്യങ്ങളും, ഇവൾക്ക് ഫുഡ്, എല്ലാ സംഭവം, മരുന്നെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഞങ്ങൾ എമർജൻസി ആയിട്ട് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പൈസ മുടക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം 1000 മണി ജവമാലയൊക്കെ ചെല്ലും, മാതാവേ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഞാൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഞാൻ എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടേ ഞാൻ ഇറച്ചിയൊക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നേർച്ചയൊക്കെ നേർന്ന് ഞാൻ മാംസമൊക്കെ ഒഴിവാക്കിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിലേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ദിവസം കാണിച്ചു തരണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല, ഞങ്ങൾക്ക് രാത്രിയിൽ കുഞ്ഞവരെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല അമ്മയെ സഹായത്തിനായിട്ട്, എൻ്റെ അമ്മ യേശു അല്ലാണ്ട് ആരുമില്ല സഹായത്തിനെന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കുറേ ദൂരെയാണ് ഇവിടെ നോക്കുന്ന ഡോക്ടറെ ഹോസ്പിറ്റൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ദിവസം കാണിച്ചു തന്നു. ഒരു പിന്നെ കലണ്ടറില്ല, ഒരു കലണ്ടർ കാണിച്ചിട്ട് അതിൽ ചുമന്ന മഷി കൊണ്ടൊരു ദിവസമാണ്. ചുമന്ന മഷി കൊണ്ട് അവിടുത്തെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അവിടെ ചുമന്ന മഷി കൊണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഒന്നെങ്കിലും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് മാസം പൂർത്തിയായപ്പോഴത്തേക്കും കൊച്ചിന് വേദനയൊക്കെ പയ്യെ തുടങ്ങി. അപ്പോൾ തലേ ദിവസം അനിയത്തിയുടെ മോൻ വീട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ, റൂമിൽ വന്ന് അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ മോളപ്പം പറഞ്ഞു, മാതാവേ അവനെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലൊന്ന് ആക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ അവനെ എയർപോർട്ടിൽ കുടുങ്ങി പോകില്ലേ അമ്മ, ഞങ്ങൾ അവനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാവുള്ളേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ മുതൽ തലേദിവസം രാത്രി മുതൽ അവൾക്ക് വേദന തുടങ്ങി. അപ്പോൾ അത് രാവിലെ മോൻ പോയിട്ട് അവനെ അനിയത്തിയുടെ മോനെ കൂട്ടിക്കൊണ്ട് റൂമിലാക്കിയിട്ട്
പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ അഡ്മിറ്റായി ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രം വികസിച്ചിട്ടില്ല, വികസിക്കുന്നേ ഉള്ളൂ, കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ വേദന തിന്ന് കുറേ കിടന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദന തീറ്റല്ലേ അമ്മേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേക്കണേ, ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അമ്മേ, ആരും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ല അമ്മേ, എൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തന്നേക്കണേ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ രാത്രി 12 മണിയായിട്ടും മോള് പ്രസവിക്കുന്നില്ല. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പിന്നെയും പറയും ഗർഭപാത്രം കുറച്ചുകൂടെ വികസിക്കാനുണ്ട്. അങ്ങനെയാണ് വീണ്ടും അവർ അങ്ങനെ അവിടെ കിടത്തിയേച്ച് പോകും. അപ്പോൾ ഒരു ഡോക്ടർ വന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാം അവിടെ ഉണ്ടായിരുന്ന മെഷീനുകളെല്ലാം ഇങ്ങനെ ഓഫാക്കി വെച്ചു. അപ്പോൾ അതങ്ങ് വന്നിട്ട് പോയി കുറച്ച് ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനവിടെ ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനവിടെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ തന്നേക്കണം കേട്ടോ അമ്മേ, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ തന്നാൽ അമ്മയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, ഒരു കുഴപ്പമുണ്ടാക്കല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാനവിടുന്ന് കരഞ്ഞു. അമ്മ ഞാനവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്നു, ഒരു നീല ഡ്രസ്സ് ഇട്ട ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ എനിക്കതൊരു മാതാവിൻ്റെ മുഖം പോലെ തോന്നി. ഓടി വന്നിട്ട് ആ മെഷീനിലെല്ലാം അങ്ങോട്ട് കുരിശ് വരച്ചു. വേഗം എല്ലായിടത്തും ഓടി വരുന്ന ആ മെഷീൻ ഈ മെഷീനൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് അതിലേക്ക് അങ്ങ് കുരിശ് വരച്ചു. അപ്പം എന്നിട്ട് പിന്നെ വേഗം 2 നേഴ്സും കൂടെ കയറി വന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു, മോളെ നീ ഒന്ന് കുറച്ച് സഹകരിക്കും, മോളെ നീ കുറച്ച് ശക്തിയോടെ ഒന്ന് സഹകരിക്കുന്നു പറഞ്ഞിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം അവരെന്നിട്ട് ആ നേഴ്സിനോട് അമ്മയൊന്ന് പറയും അമ്മേ, അവൾക്ക് ഞങ്ങൾ പറയണം മനസ്സിലാകഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മോൾ ഇച്ചിരി ശക്തിയായിട്ടൊന്ന് പിന്നെ പുഷ് ചെയ്യും, അന്നേരം മോൾ അത് കുഞ്ഞ് പുറത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ചു, തല വന്നിരിക്കുന്നുണ്ട് അമ്മയൊന്ന് പറ അമ്മയെന്ന്. അപ്പം ഞാനെന്താ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു മടുത്ത് ഞാനായിട്ട് പെട്ടെന്ന് തൈലം എടുത്തിട്ട് അടിവയറ്റിയെ കുരിശ് വരച്ചു. എന്നിട്ട് അടിവയറ്റിയെ കുരിശ് വെച്ച് എൻ്റെ അമ്മയോട് അമ്മേ ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഓപ്പറേഷനൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ, ഞങ്ങൾക്ക് ആരും ഇവിടെ സഹായത്തിനില്ല, എൻ്റെ അമ്മ ഈശോ അല്ലാണ്ട് ആരുമില്ല. അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ കൈ വിരിച്ച് പിടിച്ച് ശരിക്കും ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഈശോയുടെ സ്വർഗമായിട്ട് എനിക്ക് തോന്നി. അവിടെ എന്തോ ഒരു വലിയ പ്രകാശമൊക്കെ ഇങ്ങനെ പരന്ന പോലെ. അപ്പോഴത്തേക്കും ഈ ഡോക്ടർ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണുനീരൊഴുകി 2 കണ്ണിൽ കടലൊഴുകുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കൈ വിരിച്ച് പിടിച്ച ഒരു ജപമാല തീരുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. 12:15 ഡോക്ടർ വന്ന് എല്ലാം ഇതിങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ഇവളോട് ഒത്തിരി മോളെ സഹകരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളിന്ന് ശക്തിയായിട്ട് മുക്കിക്കുക മോളെ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ. അപ്പം ഞാൻ നോക്കുമ്പോൾ തല വന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12:45 പിന്നെ അവരിങ്ങനെ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിങ്ങ് വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞ് എൻ്റെ മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. എൻ്റെ മാതാവ് എപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞൊക്കെ അറിയുന്നില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനൊക്കെ അറിയാത്തേ അവർ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞവിടെ നിന്ന് കരഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഇവൾക്ക് ഞങ്ങൾ കൃപൽ മരിയ എന്ന പേര് വിട്ടു. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു. എൻ്റെ മോൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ അവിടെ നിന്ന് പോരേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് അമ്മ ഈശോ യേശുപിതാവ് ഈജിപ്തിലേക്ക് കുഞ്ഞിനെ അമ്മയും കൂട്ടി പോയതുപോലെ ഞങ്ങൾക്ക് ഓടി പോരേണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാം നിർത്തി പോരേണ്ടി വന്നു. ഞങ്ങളെല്ലാം എനിക്കാണെങ്കിലും 2 വർഷത്തെ വിസ എടുത്തു. അതുപോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് വിസ എടുത്തു, പാസ്പോർട്ട് എടുത്തെല്ലാം ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി. അപ്പം അവൻ്റെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവന് പിന്നെ അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റൂല. മമ്മി എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ, എനിക്ക് അവരുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റില്ല മമ്മി എന്നാ ചെയ്യേണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിർത്തിപ്പോര്. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിനോട് പറയുന്നു, മോളെ നീ പേടിക്കണ്ട കേട്ടോ എന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ 3-ാമത്തെ ദിവസമായപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അന്ന് നാട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, പിന്നെ എത്ര രൂപ പറഞ്ഞ സാലറിയും അവൻ പറഞ്ഞ എത്ര രൂപ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സാലറി. അങ്ങനെ ചാലക്കുടിയിൽ ഓരോ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അമ്മ മാതാവ് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 മാസം കഴിഞ്ഞപ്പോൾ 3 മാസമായപ്പോൾ ഞാനിവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അന്നേരം സാക്ഷ്യം പറയാൻ എത്രയോ ദൂരെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ നടന്ന് പത്രം കൊടുക്കും. കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലായിരിക്കും പത്രം ഇരിക്കുന്നത്, അവളായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ പിന്നെ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ ഡെയിലി ബ്രെഡ് കേൾക്കും, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും, അതോടൊപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും. അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവരോടും പറയും, ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചാൽ എല്ലാവരോടും പറയും എൻ്റെ മാതാവ് തന്നതാണ്, എൻ്റെ കൃപാസന മാതാവ് തന്ന, ഇവർക്ക് മക്കളുണ്ടാവില്ലായിരുന്നു, എൻ്റെ മാതാവ് തന്ന കുഞ്ഞ്, എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തൊരു ഇതും എൻ്റെ കയ്യിൽ ഒന്നും കിട്ടില്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. മാതാവേ, എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് വയസ്സായ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസയൊക്കെ തരും. ഞാൻ അതൊക്കെ കൊണ്ട് അമ്മമാർക്കൊക്കെ കൊടുക്കും. അതുപോലെ രോഗിയായി കിടക്കുന്നവർക്ക് തൈലം കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം, ഞങ്ങൾക്കൊരു 18 സെൻറ്റ് സ്ഥലം മൊത്തമുള്ളൂ. ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം ഞങ്ങളൊരു പാവപ്പെട്ട തളർന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് കൊടുത്തു. അതൊക്കെ പറയണമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ, ഞങ്ങൾ അത് ഇവിടെ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങളത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ എത്രയും കാര്യങ്ങൾ എല്ലാം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ കുഞ്ഞുമാവെ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോട് കോടാനുകോടി നന്ദി പറയുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ എൻ്റെ മോള് പറയും. എൻ്റെ പേര് ജസ്ന, ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. 7.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിൽ 2ാമത്തെ വർഷവും 6ാമത്തെ വർഷവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിൽ 1.5 മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുകയും 2.5 മാസം ആകുമ്പോഴത്തേക്കും ആദ്യത്തേത് ഇത് കളയുകയാണ് ചെയ്തത്. 2ാമത്തെ തന്നെ അബോർഷനായി പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പേ തന്നെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 1-ാം തീയതിയാണ്. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഒരു അബോർഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യ മാസങ്ങളിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൽ ആ ഇടയ്ക്കാണ് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. ആദ്യത്തെ 2 പ്രഗ്നൻസിയിലും ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കില്ലായിരുന്നു. കുഞ്ഞ് വളർച്ചയില്ലാണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. 3ാമത്തതിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ 1.5 മാസമായി ചെന്ന് കഴിഞ്ഞപ്പം ഹാർട്ട് ബീറ്റ്സ് കേട്ടു. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹ നിമിഷം എന്ന് പറയാം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഏട്ടനെയും ആ ഹാർട്ട് ബീറ്റ്സ് കേൾപ്പിച്ചു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹ നിമിഷം തന്നെയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാതാവിനെ മുറുകെ പിടിച്ച്, അതിന് മുന്നേ അതെ ഉടമ്പടിക്ക് എടുത്തതിന് ശേഷം മാതാവിനെ മുറുകെ പിടിച്ച് എന്നും ഉപ്പും തൈലവും കഴിക്കുമായിരുന്നു. വയറ്റിൽ ഉടമ്പടി തൈലം തേക്കുമായിരുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു, പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് റെഗുലറായി, ഞാൻ പ്രഗ്നൻ്റായി. ഇപ്പോഴും എനിക്ക് പീരിയഡ്സ് റെഗുലറായി തന്നെ പോകുന്നു. എൻ്റെ PCOD മാറിയിട്ടുണ്ട്. ഞാൻ IVF IOS ഒന്നും ചെയ്തിട്ടല്ല കുഞ്ഞുണ്ടായത്. ഒരു ചികിത്സയും എടുത്തിട്ടില്ലായിരുന്നു. പീരിയഡ്സ് ഓവുലേഷൻ കറക്റ്റാവാൻ വേണ്ടി മെഡിസിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രം മാതാവ് എനിക്ക് ഓവുലേഷൻ കറക്റ്റാക്കി തന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. മമ്മി പറഞ്ഞല്ലോ ചുമന്ന അക്ഷരത്തിലായിരുന്നു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച വെളുപ്പിന് 12:45 ഇവള് ഉണ്ടായത്. ഈശോയുടെ ദിവസത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. പേര് കൃപൽ മരിയ എന്നാണ്. കൃപൽ മരിയ നിഷാദ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മരിയ മാതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ മാമോദിസ പേര് വരുമ്പം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേരല്ലേ ഇരുന്നത്. പക്ഷേ ഇത് മാതാവിൻ്റെ പേരാണ് കുഞ്ഞിന് ഇട്ടിരിക്കുന്നത്, മരിയ എന്നുള്ള പേര്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഷാർജയിലായിരുന്നതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോകാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കുർബാന കൂടുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു, അത് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറീൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ബാങ്കിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു. അതിൽ ഞാൻ കുറച്ച് പൈസ ഓട്ടിസം ബാധിച്ച ഒരു അനാഥാലയം ഉണ്ടായിരുന്നു, അവിടെ ഫുഡിന് കൊടുത്തു. അങ്ങനെ മറ്റേ പത്രം അവിടെ പോയി ഷാർജയിലായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എന്നിലൂടെ വിശ്വാസം വരികയുണ്ടായി. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.